നിങ്ങൾ ഈ സെൻറ്റാങ്കിളാർട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കുന്നംകുളം വെർഷൻ ഞാൻ ഇന്ന് കാണിച്ചു തരാം. എന്നത്തെയും പോലെ രാവിലെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാം തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ടൊരു സെൻറ്റാങ്കിളാർട്ട് എൻ്റെ ഫീഡിലേക്ക് കയറി വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് ലൈക്കായിടാം. ഞാൻ വിചാരിച്ചു ഇത് വളരെ സിമ്പിളാണല്ലോ, ഞാൻ വളരെ ക്രിയേറ്റീവാണ്. അതേപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് സെൻറ്റാങ്കിളാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും, ആങ്സൈറ്റി കുറയും, അതേപോലെ നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് കൂടും, ഫോക്കസ് കൂടുന്നല്ല. അപ്പോൾ എന്നും നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം കണ്ട് വെറുതെ കുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് തന്നെ ചെയ്യാമെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് എൻ്റെ ബുക്കും പെന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഈ പണി അങ്ങോട്ട് ആരംഭിച്ചു. ആദ്യം തന്നെ ഈ ഇതിൽ കാണുന്ന പോലെ നമ്മൾ ആദ്യം വട്ടം വെച്ചിട്ട് ആ നടുക്ക് ഒരു പൂ വരയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറേ വേരിറങ്ങി വരുന്ന പോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റോറ് ഇതേപോലെ കുറേ വട്ട കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരയ്ക്കുക. അതിൽ നിന്ന് വേരിറങ്ങി വരുന്ന പോലെ വരയ്ക്കുക. ഇതുവരെ എല്ലാം വളരെ സിമ്പിളായിരുന്നു. റീൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ എന്താ ഒരു 10-15 മിനിറ്റ് കൊണ്ട് സംഭവം തീരുന്നതാണ്. പക്ഷെ വരച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ചതി മനസ്സിലായത്. കാരണം ഇത് അങ്ങനെ 10-15 മിനിറ്റ് കൊണ്ട് തീരുന്നൊരു സംഭവമല്ല. 2-3 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഈ കുന്ത്രണം വരച്ച് പൂർത്തിയാക്കി. ഇതാണെങ്കിൽ എനിക്ക് പകുതിക്കിട്ട് പോകാനും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചെന്നാൽ പകുതി വരച്ചിട്ട് ബാക്കി പകുതി നാളെ വരയ്ക്കാമെന്നല്ലോ. പക്ഷെ അതിന് പറ്റുന്നില്ല. കാരണം എനിക്ക് ഇപ്പം തന്നെ അതിൻ്റെ ഔട്ട്ലുക്ക് കാണുകയും വേണമായിരുന്നു. അങ്ങനെ ഞാനിരുന്ന് കുറേ നേരം ഇരുന്ന് വരച്ചു. കുറച്ച് നേരം താഴെയൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വാരി തിന്നതിന് ശേഷം വീണ്ടും വന്ന് പിന്നെയും വരയ്ക്കാനിരുന്നു. അങ്ങനെ വരച്ച് എൻ്റെ വര ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് കുറച്ച് കോൺഫിഡൻസും അതേപോലെ തന്നെ കുറച്ച് രസമൊക്കെ തോന്നി തുടങ്ങി. സംഭവം കൊള്ളാം, കാണാനൊക്കെ രസമുണ്ട് എന്നുള്ള ആ ഒരു ലൈനിലെത്തി ഞാൻ. എന്നാൽ പിന്നെ മൊത്തം ഇന്ന് തന്നെ വരച്ച് തീർത്തിട്ട് മതി ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് മൊത്തം ഞാനങ്ങ് വരയ്ക്കാനിരുന്നു. അങ്ങനെ ആ ലാസ്റ്റ് വര വരച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്നിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇത് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.